തിരുവനന്തപുരം ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസ് ആൻഡ് ടെക്നോളജിയിലെ ശസ്ത്രക്രിയാ പ്രതിസന്ധിയിൽ ഇടപെട്ട് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സ്ഥിതിഗതി വിലയിരുത്താനായി മന്ത്രി ശ്രീചിത്രയിൽ എത്തി. സലിം മാലിക് വിവരങ്ങളുമായി. സലിം, ഇന്നു മുതൽ പ്രതിസന്ധി രൂക്ഷമാകുമെന്ന റിപ്പോർട്ടിനിടെ കേന്ദ്രമന്ത്രി ഇടപെട്ടിരിക്കുന്നു. എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? മുൻപാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ശ്രീചിത്രയിലേക്ക് എത്തിയത്. ഇതുമായി ബന്ധപ്പെട്ട നിലവിൽ ശസ്ത്രക്രിയകൾ മുടങ്ങുന്നൊരു സാഹചര്യമുണ്ട്. ഒരു രൂക്ഷമായ സാഹചര്യം ശ്രീചിത്രയിലുണ്ട്. പല ശസ്ത്രക്രിയകളും മുടങ്ങുന്നുണ്ട്. 15ഓളം ശസ്ത്രക്രിയകൾ ഇന്ന് മുടങ്ങും എന്ന് രോഗികളെ വിളിച്ചറിയിച്ചിട്ടുമുണ്ട്. അതിനിടയിലാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഇടപെടൽ. ശ്രീചിത്രയിൽ നേരിട്ടെത്തി അധികൃതരുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. ഈ പ്രതിസന്ധി പരിഹരിക്കാനുള്ള ഇടപെടലുകളാണ് നടത്തുന്നത്. പക്ഷേ അപ്പോഴും അത് ഇവിടെയുള്ള കൂടിക്കാഴ്ച കൊണ്ട് മാത്രം ആ പ്രതിസന്ധിക്ക് പരിഹാരമാകില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഈ പ്രശ്നം തുടങ്ങിയിട്ട് അതല്ലെങ്കിൽ ഇത്തരത്തിൽ ശസ്ത്രക്രിയ മുടങ്ങും എന്ന് വാർത്ത വന്നിട്ട് തന്നെ ദിവസങ്ങളാകുന്നു. ആ പ്രതിസന്ധി കരാർ ഉടമകൾ തന്നെ നേരത്തെ തന്നെ ആശുപത്രി അധികൃതരെയും അറിയിച്ചിരുന്നതാണ്. പക്ഷെ അപ്പോഴൊന്നും ഒരു ഇടപെടലും ആശുപത്രി അധികൃതരുടെ ഏതെങ്കിലും ജനപ്രതിനിധികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഇന്നലെ വൈകുന്നേരമാണ് ഏതെങ്കിലും തരത്തിലൊരു യോഗം വിളിക്കാനെങ്കിലും അവർ തീരുമാനിച്ചത്. ഈ യോഗത്തിന് ശേഷവും ഡോക്ടർമാരുടെയും ഉൾപ്പെടെയുള്ള വിദഗ്ധ സമിതിയുടെ യോഗം വിളിക്കാനുള്ള തീരുമാനമുണ്ടെങ്കിലും ഏറ്റവും അവസാനം ആ യോഗത്തിലും ഒരു അനിശ്ചിതത്വം ഉണ്ടായിരുന്നു. എങ്ങനെയാണ് ആ യോഗം, ആരെയൊക്കെ പങ്കെടുപ്പിക്കണം എന്ന കാര്യം ഉൾപ്പെടെയുള്ളതിൽ ഏറ്റവും അവസാന നിമിഷമാണ് പരിശോധന നടത്തിയത്. ഇപ്പോൾ സുരേഷ് ഗോപി ഉൾപ്പെടെ ഇവിടുത്തെ ചില പ്രധാനപ്പെട്ട ആളുകൾ മാത്രമാണ് യോഗത്തിൽ പങ്കെടുക്കുന്നത്. പ്രതിസന്ധി എന്ത് എന്നുള്ളതിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച നടക്കുകയും ചെയ്യുന്നത്. നിലവിൽ ഈ കരാർ കമ്പനിക്ക് കൂടിയ തുകയ്ക്ക് തന്നെ കരാർ പുതുക്കിയില്ലെങ്കിൽ അവർ സാധനങ്ങൾ നൽകില്ല, ശസ്ത്രക്രിയയ്ക്ക് ആവശ്യമായ സാമഗ്രികൾ നൽകില്ല എന്ന ഉറച്ച നിലപാടിലാണ്. കാരണം 2023 മുതൽ തന്നെ ഇവിടേക്ക് ഈ തരത്തിൽ തുക ഉയർത്തണം, കരാർ പുതുക്കണം എന്നിവർ ആവശ്യപ്പെടുന്നതാണ്. അപ്പോൾ 2024 ഒരു വർഷത്തിന് ശേഷം പുതുക്കി നൽകാമെന്നും പറഞ്ഞതാണ്. എങ്കിലും അപ്പോഴും ഒന്നും ഉണ്ടായില്ല. നഷ്ടം സഹിച്ചായിരുന്നു ആ ഘട്ടത്തിലൊക്കെയും കരാർ കമ്പനി സാധനങ്ങളും സാമഗ്രികളും നൽകിയത് എന്നുള്ളതാണ് അവർ പറയുന്നത്. ഇപ്പോൾ 2 വർഷമായിട്ടും കരാർ പുതുക്കാത്തതോടുകൂടി തന്നെ അവർ തന്നെ നേരത്തെ തന്നെ കരാർ പുതുക്കിയില്ലെങ്കിൽ നൽകിയ സാധനങ്ങൾ ഉൾപ്പെടെ തിരികെ എടുക്കും എന്ന് അറിയിച്ചിരുന്നതാണ്. സമാനമായി തന്നെ കരാർ പുതുക്കാത്തത് കൊണ്ട് നിലവിലുള്ള സാധനങ്ങൾ ഉൾപ്പെടെ തിരികെ എടുത്തിട്ടുമുണ്ട്. അതുകൊണ്ട് ശസ്ത്രക്രിയ വലിയ പ്രതിസന്ധി അതുമായി ബന്ധപ്പെട്ടുണ്ട്. നിലവിലൂടെ ശസ്ത്രക്രിയ നടത്താൻ ഡേറ്റ് നൽകിയിരുന്നവരെ ഉൾപ്പെടെ വിളിച്ചറിയിച്ചിട്ടുണ്ട് ഇന്ന് വരേണ്ടതില്ല എന്ന്. ആശുപത്രിയിൽ അടിയന്തര ശസ്ത്രക്രിയയ്ക്കായി പ്രവേശിപ്പിച്ചവരെ ഉൾപ്പെടെ ഡിസ്ചാർജ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ആ നിലയിൽ ഉള്ള പ്രതിസന്ധി ഇനി എങ്ങനെ പരിഹരിക്കുമെന്നുള്ളതിൽ അതിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഇടപെടലും ആശുപത്രി അധികൃതരുടെ ഇടപെടലും ഉറപ്പായും വേണം. മാത്രമല്ല കരാർ കമ്പനിക്കാരെ ഏതെങ്കിലും നിലയിൽ അനുനയിപ്പിക്കാനുള്ള സാധ്യത ഇനിയില്ല. പുതിയ കരാർ നൽകി തുക ഉയർത്തി നൽകുക എന്നുള്ളത് മാത്രമാണ് നിലവിൽ മുന്നിലുള്ള മാർഗം. അനുജ, സലീം, ഇതിൽ അടിയന്തര ശസ്ത്രക്രിയയൊക്കെ വേണ്ട രോഗികൾക്ക് മുന്നിൽ എന്താണ് വഴി? അതിനെന്ത് മാർഗമാണുള്ളത്? അനുജ, ഒരു മാർഗവുമില്ല. കാരണം ശ്രീചിത്രയെ സംബന്ധിച്ചിടത്തോളം സാധാരണക്കാരായ ആളുകൾ ആശ്രയിക്കുന്ന ആശുപത്രിയാണ്. അവർക്ക് മറ്റു മാർഗ്ഗങ്ങളൊന്നുമില്ല. ശ്രീചിത്ര അവരുടെ ഏറ്റവും അവസാനം ഈ അടിയന്തരമായ ഗൗരവ സ്വഭാവത്തിലുള്ള ശസ്ത്രക്രിയകളുടെ ഏറ്റവും അവസാനത്തെ ആശ്രയം എന്ന നിലയിലാണ് ശ്രീചിത്രയെ അവർ കാണുന്നത്. ആ നിലയിലാണ് ഇക്കാലം അത്രയും ഇവിടുത്തെ ശസ്ത്രക്രിയകളൊക്കെ നടന്നിട്ടുമുള്ളത്. പലർക്കും ഡേറ്റ് നൽകുകയും അവർ വലിയ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയും ചെയ്തതാണ്. ആ ദിവസമാണ് തലേ ദിവസം ശസ്ത്രക്രിയ ഇന്ന് നടക്കില്ല എന്ന് വിളിച്ചു പറയുകയും ചെയ്തത്. ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ഇത്തരത്തിൽ പ്രതിസന്ധി ഉണ്ട് എന്ന് ഡോക്ടർമാർ മുന്നറിയിപ്പ് നൽകിയിരുന്നു. 9-ാം തീയതി മുതൽ തിങ്കളാഴ്ച മുതൽ ശസ്ത്രക്രിയ മുടങ്ങും എന്നും മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ്. ആ ഘട്ടത്തിലൊക്കെ അധികൃതർ ശസ്ത്രക്രിയ മുടങ്ങുന്ന സാഹചര്യം ഉണ്ടാകില്ല എന്ന് പറഞ്ഞു. മറ്റൊരു ഇടപെടലും നടത്തിയിരുന്നില്ല. ഇപ്പോൾ ആ ഡോക്ടർമാർ അന്ന് നൽകിയ മുന്നറിയിപ്പ് യാഥാർത്ഥ്യമാവുകയാണ്. ശസ്ത്രക്രിയ നടക്കുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാവുകയാണ്. അപ്പോൾ ഈ സാധാരണക്കാർ എന്തു ചെയ്യുമെന്നുള്ളൊരു ചോദ്യത്തിന് അവരുടെ മുൻപിൽ 3 ദിവസം തൽക്കാലം സമയം തരൂ എന്നുള്ളതാണ് പറയുന്നത്. വളരെ അടിയന്തര സ്വഭാവത്തിൽ ശസ്ത്രക്രിയ വേണ്ട ആളുകൾ അവർ പല സ്ഥലങ്ങളിൽ നിന്ന്, കന്യാകുമാരിയിൽ നിന്നും മധുരയിൽ നിന്നും ഉൾപ്പെടെയുള്ളവർ ഇവിടെ അഡ്മിറ്റായി ആ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടിയിട്ട് പണം ഉൾപ്പെടെ സമാഹരിച്ചിരുന്നവരുണ്ട്. അവരോടൊക്കെയാണ് ഇനി 3 ദിവസം തൽക്കാലം ഡിസ്ചാർജ് ആകൂ എന്ന് പറയുന്നത്. ഗൗരവ സ്വഭാവത്തിലുള്ള ഒരു പ്രശ്നമാണ് ഇവിടെ നേരിടുകയും ചെയ്യുന്നത്. തിരുവനന്തപുരം ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസ് ആൻഡ് ടെക്നോളജിയിൽ ഇപ്പോൾ വലഞ്ഞിരിക്കുന്നത് സാധാരണക്കാരായ രോഗികളാണ്. ശസ്ത്രക്രിയ മുടങ്ങിയിരിക്കുന്നു. പ്രതിസന്ധിയിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇടപെട്ടിരിക്കുകയാണ്. അദ്ദേഹം സ്ഥിതിഗതികൾ എന്താണ് എന്നത് വിലയിരുത്തി കേന്ദ്രത്തെ അറിയിച്ച് അതിനൊരു പരിഹാരമുണ്ടാക്കാൻ ശ്രമിക്കുമെന്ന ഉറപ്പാണ് ഈ ഘട്ടത്തിൽ നൽകുന്നത്.